നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നാളെ സെപ്റ്റംബർ മാസം 17-ാം തീയതിയാണ്, ബുധനാഴ്ച ദിവസം. മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ കന്നിമാസം തുടങ്ങുകയാണ്. നാളെ കന്നിമാസം 1-ാം തീയതിയാണ്. എല്ലാ മലയാള മാസത്തെ പോലെ തന്നെ പല ഗ്രഹമാറ്റങ്ങളും നടക്കുന്ന സമയം കൂടിയാണ് തുടങ്ങുന്നത്. ശുഭഗ്രഹങ്ങളായ ശുക്രൻ, ബുധൻ തുടങ്ങിയ ഗ്രഹങ്ങളൊക്കെയും രാശിമാറ്റം നടത്തുന്നുണ്ട്. കൂടാതെ ഈ നവരാത്രി വരുന്നതും കന്നിമാസത്തിൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ കുറച്ച് നക്ഷത്രക്കാരെ സംബന്ധിച്ച് കന്നിമാസം വളരെയധികം നേട്ടവും ഭാഗ്യവുമാണ്. ഭാഗ്യത്തിൻ്റെ വാതിൽ ഇവർക്ക് നേരെ മലർക്കെ തുറക്കുന്ന സമയം കൂടിയാണ് നാളെ മുതൽ തുടങ്ങുന്നത്. കർമ്മമേഖലയിൽ വിജയമുണ്ടാകും. ധനപരമായി വളരെയധികം മാറ്റം, ഉന്നതി, നേട്ടമൊക്കെ ഉണ്ടാകുന്നതാണ്. കുടുംബത്തിൽ സമാധാനം, ഐശ്വര്യം ഇതൊക്കെ വന്നു ചേരും. വിവാഹ യോഗം കാണുന്നുണ്ട്, സന്താന സൗഭാഗ്യം കാണുന്നുണ്ട്, ഇഷ്ട ആഭരണ ലബ്ധി കാണുന്നുണ്ട്, ഇഷ്ട ഭക്ഷണ ലബ്ധി കാണുന്നുണ്ട് തുടങ്ങിയ എല്ലാവിധ ഭാഗ്യങ്ങളും കുറച്ച് നക്ഷത്രക്കാരെ തേടി വരുന്ന മറ്റൊരു മലയാള മാസം കൂടിയാണ് നാളെ തുടങ്ങുന്നത്. അപ്പോൾ ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. 27 നക്ഷത്രങ്ങളിലെ ആദ്യത്തെ നക്ഷത്രമായ അശ്വതി നക്ഷത്രക്കാർക്ക് നാളെ കന്നിമാസം തുടങ്ങുന്നതോടുകൂടി നിങ്ങൾ കാത്തിരുന്ന ഒരു സമയം വന്നു ചേരുകയാണ്. ഗുണാനുഭവങ്ങൾ ധാരാളമായി വന്നു ചേരുന്ന മറ്റൊരു മലയാള മാസം തുടങ്ങുന്നുണ്ട്. ജീവിതത്തിൽ നിലവിലുള്ള എല്ലാവിധ തടസ്സങ്ങളും മാറി ഭാഗ്യത്തിൻ്റെ ഒരു തേരോട്ടം ഉണ്ടാകുന്ന സമയമാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ ബുധൻ്റെ മാറ്റം അത് വളരെയധികം എടുത്തു പറയേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് വളരെയധികം ഒരു മാറ്റം ഉണ്ടാകുന്നതാണ്. വിദ്യയിൽ പിന്നോട്ട് നിന്നിരുന്ന വിദ്യാർത്ഥികൾ പോലും മുന്നോക്കം വരും, അതായത് മുന്നോട്ട് വന്ന് അവരുടെ കഴിവുകൾ തെളിയിക്കാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ് വന്നടഞ്ഞിരിക്കുന്നത്. നിലപാടുകളിലൊക്കെ ഉറച്ചു നിൽക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക. ഒരു ചാഞ്ചല്യവും വരേണ്ട. അതായത് പല കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴും മനസ്സ് ചഞ്ചലപ്പെടുന്ന അവസ്ഥ മാറ്റിക്കൊള്ളുക. ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഉദ്ദേശശുദ്ധി ഉണ്ടായാൽ മാത്രം മതി. വളരെയധികം വിജയത്തിലേക്ക് എത്തുന്ന സമയമാണ് തുടങ്ങുന്നത്. ഒന്നിനെ ഓർത്തും ഭയപ്പെടേണ്ട. ആഗ്രഹിച്ച പല കാര്യങ്ങൾ മനസ്സിൽ അങ്ങനെ കിടക്കുകയാണ്, അതൊക്കെ പൂർത്തീകരിക്കേണ്ടായോ. അപ്പോൾ അതിനുള്ള ഒരു ഭാഗ്യവും ഐശ്വര്യവുമായിട്ടാണ് ഈ കന്നിമാസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത്. ധാരാളം സന്തോഷിക്കാനുള്ള അവസരങ്ങൾ, അതും മക്കൾ നിമിത്തം സന്തോഷിക്കാനുള്ള, അവരുടെ ഉയർച്ച കണ്ട്, അവരുടെ ശുഭകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കുന്നത് കണ്ടൊക്കെ സന്തോഷിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നുണ്ട്. കൂടാതെ സമാധാനം, ഒരു മനുഷ്യന് ഏറ്റവും അധികം വേണ്ടുന്നത് എന്താണ്? സമാധാനമാണ്. അത് നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ്. അതിനപ്പുറം ഇനി എന്താണ് ഞാൻ പറഞ്ഞു തരേണ്ടത്? നല്ല രീതിയിലുള്ള സന്തോഷം, സമാധാനം, അതിനുള്ള പല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന മറ്റൊരു മലയാള മാസം കൂടിയാണ് നാളെ മുതൽ തുടങ്ങുന്നത്. അടുത്ത നക്ഷത്രമായി വരുന്നത് ഭരണിയാണ്. ഭരണി നക്ഷത്രക്കാർക്കും വളരെയധികം ശാന്തത, സമാധാനം എന്നിവ കൈവരിക്കാൻ കഴിയുന്ന മറ്റൊരു മലയാള മാസം കൂടി, അതായത് കന്നിമാസം വളരെയധികം ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ആയിരിക്കും. നിങ്ങൾക്ക് കർമ്മ മേഖലയിൽ ഉയർച്ചയാണ് കാണുന്നത്. സ്ഥാനക്കയറ്റം ഉണ്ടാകുക, അതായത് പ്രമോഷനൊക്കെ സാധ്യത കാണുന്നുണ്ട്. ബുദ്ധിപരമായിട്ടുള്ള പ്രവർത്തനമാണ് നിങ്ങൾ കാഴ്ചവെക്കേണ്ടത്. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിൽ നിങ്ങളുടെ ബുദ്ധി പ്രയോഗിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ധാരാളം സഹായങ്ങൾ, അത് പണമായിട്ടായാലും അല്ലെങ്കിൽ ആൾബലമായിട്ടായാലും നിർദ്ദേശങ്ങൾ നൽകിയായാലും പല കോണുകളിൽ നിന്ന് സഹായങ്ങൾ വന്നു ചേരാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. ഒരു അനുകൂല സാഹചര്യം വന്നു ചേരുകയാണ്. മൊത്തത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ആ ഒരു സമയമാണ് നാളെ മുതൽ തുടങ്ങുന്നത്. അപ്പോൾ ആരോഗ്യപരമായും നിലവിലുള്ള എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഈ കന്നിമാസത്തിൽ അതൊക്കെ മാറി പൂർണ്ണ ആരോഗ്യം, ദൃഢഗാത്രമായ ഒരു അവസ്ഥ വന്നു ചേരുന്നതാണ്. സാമ്പത്തിക സ്ഥിതി നോക്കുകയാണെങ്കിലും വളരെയധികം മികച്ച ഒരു സാമ്പത്തിക സ്ഥിതിയായിരിക്കും. കഷ്ടനഷ്ട ദുഃഖ ദുരിതങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതൊക്കെയും മാറുന്ന സാമ്പത്തികമായ ഒരു ഉയർച്ചയുണ്ടാകുന്ന മറ്റൊരു മലയാള മാസം കൂടിയാണ് വന്നു ചേരുന്നത്. അപ്പോൾ നാളെ, അതായത് കന്നിമാസം നാളെ വന്നു ചേരുകയാണ്. അതിനെ ധൈര്യപൂർവ്വം നിങ്ങൾ സ്വീകരിച്ചുകൊള്ളൂ. നിങ്ങളുടെ മനസ്സിൻ്റെ എല്ലാവിധ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കാനും നിങ്ങൾക്ക് മനസ്സിന് വളരെയധികം സന്തോഷം കൊണ്ടുവരാനുമാണ് കന്നിമാസം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്. വളരെ ഭാഗ്യമുണ്ടാകും. കുടുംബക്ഷേത്ര ദർശനം ഒന്ന് നടത്തുകയാണെങ്കിൽ അത് ഏറ്റവും ഉത്തമമായിരിക്കും. നാളെ ആരംഭിക്കുന്ന കന്നിമാസത്തിൽ ഭാഗ്യം വന്നു ചേരുന്ന അടുത്ത നക്ഷത്രമായി വരുന്നത് ആയില്യമാണ്.
ആയില്യം നക്ഷത്രക്കാർക്ക് ധാരാളം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കും നേട്ടത്തിൻ്റെ സമയമാണ്. ഇനി ജോലി അന്വേഷിക്കുന്നവർക്കും വിഷമങ്ങളൊക്കെ മാറ്റിവെച്ചുകൊള്ളൂ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി വന്നു ചേരുന്നതാണ്. സാമ്പത്തികം നിങ്ങളിലേക്ക് എത്തുന്നതിന് തടസ്സമായി നിൽക്കുന്ന എന്ത് കാര്യമുണ്ടോ അതൊക്കെയും തടസ്സങ്ങൾ മാറി നിങ്ങൾക്ക് വഴി തുറക്കുന്ന സമയം, അല്ലെങ്കിൽ വാതിലുകൾ തുറക്കുന്ന സമയം. മുട്ടാത്ത വാതിലുകളില്ല, പക്ഷേ അതൊന്നും തുറന്നു കിട്ടിയിട്ടില്ല. പക്ഷേ ഈ കന്നിമാസം നിങ്ങൾ ഏത് വാതിലിൽ ചെന്ന് മുട്ടിയാലും അത് നിങ്ങൾക്ക് മുമ്പിൽ തുറക്കുന്ന അവസ്ഥ. കാരണം ഭാഗ്യം ഇവിടെ അനുകൂലമാണ്. അപ്പോൾ ഈ കന്നിമാസത്തിൽ യാതൊരുവിധ പ്രയാസങ്ങളും നിങ്ങളെ വലയ്ക്കുകയില്ല, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വരികയില്ല. അത്രത്തോളം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച നിങ്ങൾക്ക് ആകെ ഒരു വലച്ചിലായിരുന്നു, ഒരു ചുറ്റലായിരുന്നു. എന്ത് ചെയ്താലും അങ്ങോട്ട് ശരിയാവാത്ത അവസ്ഥ. കയ്യിൽ 5 പൈസയില്ല. പുറത്തോ ആരോടെങ്കിലും പറഞ്ഞാൽ അവരൊട്ട് വിശ്വസിക്കുമോ? അതുമില്ല. അങ്ങനെയുള്ളൊരവസ്ഥ. എന്നാൽ ആരോടെങ്കിലും ചെന്ന് കൈനീട്ടാൽ 10 പൈസ ചോദിക്കാമെന്ന് വെച്ചാൽ അതിനും മനസ്സ് അനുവദിക്കുന്നില്ല. കാരണം അത്രത്തോളം ഒരു ഉന്നതമായ നിലയിൽ നിന്ന് താഴേക്ക് വന്നു എന്ന് ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത പല ആളുകളുമുണ്ട്. അത്രത്തോളം ഒരു താഴ്ചയിൽ എത്തിയിരുന്നു. പക്ഷേ അത് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ കന്നിമാസം മുതൽ ഒരു മാറ്റമൊക്കെ വരും. സർപ്പാരാധന നടത്തുക, സർപ്പപ്രീതികരമായ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഉന്നതിയും ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ മറ്റു തലമുറകൾക്ക് വരെ അതിൻ്റെ മാറ്റവും അതിൽ നിന്ന് വളരെയധികം ഗുണാനുഭവങ്ങളും വന്നു ചേരും. ഇവിടെ മികച്ച ഒരു സമയമാണ് ഈ കന്നിമാസം നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നത്. അടുത്ത നക്ഷത്രമായി വരുന്നത് തിരുവാതിരയാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് ഇവിടെ ബുധൻ അനുകൂലമായതിനാൽ വളരെ വലിയ മാറ്റമുണ്ടാകും, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക്. കൂടാതെ കർമ്മ മേഖലയുമായി നോക്കുമ്പോഴും വളരെയധികം വിജയം കാണുന്നുണ്ട്. അതിലുപരി ആത്മവിശ്വാസം ഗണ്യമായ തോതിൽ വർദ്ധിക്കുന്ന ഒരു സമയമാണ്. പലപ്പോഴും ആത്മവിശ്വാസക്കുറവാണ് നിങ്ങളെ അടിമതറി, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പതർച്ചയും ഇടർച്ചയും ഉണ്ടാകുന്നതിന് കാരണമാക്കിയിട്ടുള്ളത്. ഇവിടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതിനാൽ ഏത് പ്രവൃത്തി ഏറ്റെടുക്കാനും അത് വിജയത്തിൽ കൊണ്ടുചെന്നെത്തിക്കാനും നിങ്ങൾക്ക് സാധിക്കും. എന്ത് തടസ്സം വന്നാലും അതിനെയൊക്കെ മറികടക്കാനുള്ള ആത്മവിശ്വാസം നിങ്ങളിലെത്തും. കലാകായിക രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കും അംഗീകാരം തേടിയെത്തും. അംഗീകാരങ്ങളൊന്നും കിട്ടാതെ ആകെ വിഷമിച്ചിരിക്കുന്ന ആളുകൾക്ക് അംഗീകാരങ്ങൾ കിട്ടും, അവസരങ്ങൾ വന്നു ചേരുകയൊക്കെ ചെയ്യുന്ന സമയമാണ്. ധാരാളം നേട്ടങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ആരോഗ്യ സംബന്ധമായിട്ടും നിലവിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറുന്ന ഒരു സമയം കൂടിയാണ്. എങ്കിലും മരുന്നുകളൊക്കെ കൃത്യമായി കഴിക്കാനുള്ള ഒരു ശ്രദ്ധ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വേണം. ചില സമയങ്ങളിൽ സ്വയം ചികിത്സ നിങ്ങൾ നടത്തുന്നുണ്ട്. അതായത് മരുന്ന് കഴിക്കേണ്ട എന്ന ലെവലിലേക്ക് എത്തുന്നുണ്ട്. മരുന്നൊന്നും വേണ്ട എന്ന്. അങ്ങനെയല്ല, മരുന്ന് വേണം, മന്ത്രവും വേണം. രണ്ടും ഒരുപോലെ കൊണ്ടുപോകേണ്ടതാണ്. ആരോഗ്യം മെച്ചപ്പെടുമെങ്കിലും മരുന്നുകൾ കൃത്യമായി കഴിച്ച് മുന്നോട്ട് പോകാനായിട്ട് ഒന്ന് ശ്രമിക്കുക. നല്ല രീതിയിൽ കാര്യങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്ന വളരെയധികം മനസ്സന്തോഷവും സമാധാനവും വന്നു ചേരുന്ന മറ്റൊരു മലയാള മാസം കൂടിയാണ് നാളെ മുതൽ ആരംഭമാകുന്നത്. രോഹിണി നക്ഷത്രക്കാർക്കും നല്ല ഒരു സമയമാണ് നാളെ മുതൽ തുടങ്ങാൻ പോകുന്നത്. ആഡംബരത്തോടു കൂടി ജീവിക്കുവാനുള്ള ഭാഗ്യം വന്നു ചേരുന്നതാണ്. ഗൃഹനിർമ്മാണം, അല്ലെങ്കിൽ ഗൃഹം മൂടി പിടിപ്പിക്കുന്നത്, അല്ലെങ്കിൽ വസ്തുവകകൾ വാങ്ങുന്നതിനൊക്കെ വളരെ നല്ല അനുകൂലമായ സമയമാണ്. കൂടാതെ ഇവിടെ വരുമാന വർധനവ് കാണുന്നുണ്ട്. ലോട്ടറി പോലെയുള്ള സമ്മാന പദ്ധതികളിലും ഭാഗ്യം വന്നു ചേരാനുള്ള ഒരു സമയമൊക്കെയാണ് കന്നിമാസം നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നത്. പ്രണയിക്കുന്ന ആളുകൾക്കും അനുകൂല സമയമാണ്. പ്രണയം വിവാഹത്തിലേക്കൊക്കെ എത്തുവാനുള്ള സാധ്യതകൾ തെളിയുന്നുണ്ട്. കർമ്മമേഖലയിൽ നേട്ടമുണ്ടാകുന്നു. കർമ്മ തടസ്സമുണ്ടായിട്ടുണ്ട്, അതൊക്കെ മാറി കർമ്മ വിജയമുണ്ടാകുന്ന, ആഗ്രഹിക്കുന്ന ജോലിയിൽ എത്തിച്ചേരാൻ, ആഗ്രഹിക്കുന്ന ശമ്പളത്തോടു കൂടി ആ ജോലി സ്വീകരിക്കാനൊക്കെ കഴിയുന്ന സമയമാണ്. മൊത്തത്തിൽ പറഞ്ഞാൽ രോഹിണി നക്ഷത്രക്കാർക്ക് ഈ കന്നിമാസം വളരെ വലിയ ഒരു സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരം കൂടി നടക്കുകയാണ്. ചിലപ്പോൾ സ്വന്തമായൊരു ഗൃഹം എന്ന സ്വപ്നമാണ്, അല്ലെങ്കിൽ ഒരു വാഹനം, അല്ലെങ്കിൽ പ്രണയിച്ച ആളിനെ തന്നെ സ്വന്തമാക്കുക എന്ന സ്വപ്നമാകാം. ഏതായാലും വളരെ വലിയൊരു കാര്യം, ഒരു മാറ്റം ഈ കന്നിമാസത്തിൽ നിങ്ങളെ കാത്തിരിപ്പുണ്ട്. നിങ്ങളത് കണ്ടോളൂ. ഒരുപാട് സന്തോഷം നിങ്ങൾക്ക് അതുവഴി ലഭിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിച്ചു കഴിയുമ്പോൾ കമൻറ്റ് ചെയ്യാനായിട്ട് രോഹിണി നക്ഷത്രക്കാർ മറക്കാതിരിക്കുക. ഈ കന്നിമാസം അത്രത്തോളം വളരെ വലിയ, നിങ്ങൾ ഒരുപാട് നാളുകളായി മനസ്സിൽ കൊണ്ടു നടന്ന ഒരു മഹാകാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ അത് മഹാകാര്യമായിരിക്കും. കേൾക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ അത് ഇത്ര വലിയ കാര്യമാണോ എന്നുണ്ടാവില്ല. പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വളരെ വലിയൊരു മാറ്റത്തിന്, നിങ്ങൾ ഏറെ നാളായി കാത്തിരുന്ന ആ ഒരു കാര്യം സംഭവിക്കുന്ന മാസം കൂടിയായിരിക്കും ഇത്. അപ്പോൾ നാളെ കന്നിമാസം തുടങ്ങുകയാണ്. ഏവരും സന്തോഷത്തോടെ മറ്റൊരു മലയാള മാസമായ കന്നിമാസത്തെ സ്വീകരിച്ചോളൂ. പ്രാർത്ഥിക്കുക, കർമ്മങ്ങൾ കൃത്യമായി ചെയ്യുക, കുടുംബക്ഷേത്ര ദർശനങ്ങൾ നടത്തുക, സ്ഥലദൈവത്തെ പ്രീതിപ്പെടുത്തുക. ഇത്രയും കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. വളരെയധികം മാറ്റവും ജീവിതത്തിൽ വിജയവും കർമ്മ വിജയവും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒഴിഞ്ഞ സന്തോഷകരമായ ഒരു ജീവിതം ഏവരിലേക്കും ഭഗവാൻ എത്തിക്കുന്നതാണ്.